അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ അങ്ങോട്ട് പോയി അങ്ങനെ ഊണ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ സദ്യ വിളമ്പി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മിക്കവാറും എല്ലാ കറികളും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വന്നു. നമ്മുടെ എക്സാം ആവാറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ തുടങ്ങി കുറേശ്ശെ പഠിച്ചു തുടങ്ങണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ കസിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കാരണം ഭയങ്കര ഉറക്കക്ഷീണമുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഉറങ്ങണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പിറ്റേ ദിവസം തന്നെ അടുത്ത കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ മാസം കല്യാണത്തിൻ്റെ ഒരു മേളമായിരുന്നു. 2-3 കല്യാണമായി ഈ മാസം തന്നെ ഉണ്ടാവുന്നത്. അപ്പം ഞാൻ കുറച്ച് നേരം ഒന്ന് പഠിച്ച് ഇരിക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം റിസപ്ഷൻ ഇനി പോകണം. അത് തൃശ്ശൂർ തന്നെയാണ് കേട്ടോ, ടൗണിൽ തന്നെയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകുന്നു. അപ്പോൾ അത് കാരണം ഞാൻ വേഗം പഠിക്കാനിരുന്നാണ്. പക്ഷേ പഠിക്കാനിരുന്നിട്ടും എനിക്ക് ഉറക്കം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കങ്ങനെ പകൽ ഇരിക്കുമ്പോൾ അങ്ങനെ ഉറക്കം വരുമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇത് ഉറക്കക്ഷീണം കാരണം തയ്യലും വർക്ക് ചെയ്യലൊക്കെ ആയിട്ട് കുറേ പണികളുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ 1 മണിയൊക്കെ സമയത്താണ് ഉറങ്ങാൻ കിടക്കുന്നത് തന്നെ. എന്നിട്ട് രാവിലെ തന്നെ എഴുന്നേൽക്കുകയും വേണമല്ലോ. കല്യാണത്തിൻ്റെ ഒക്കെ തലേന്ന് ഞങ്ങൾ 2 മണിയായി ഉറങ്ങിയപ്പോൾ അതിനുശേഷം 6 മണിക്ക് എഴുന്നേൽക്കേണ്ടി വന്നു. അപ്പോൾ അത് തന്നെ കുറച്ച് മണിക്കൂർ മാത്രമേ ഉറങ്ങാനും പറ്റുള്ളൂ. അപ്പോൾ ഇനി ഒരു ദിവസം പകൽ കിടന്ന് അങ്ങോട്ട് ഉറങ്ങി തീർക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നതായിരുന്നു. പക്ഷെ ഒന്നും നടന്നില്ല. അപ്പോഴേക്കും ഇങ്ങനെ ഓരോ ഫംഗ്ഷനുകളും അതുപോലെ തന്നെ ഓരോ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകാനുണ്ടായിരുന്നു. അങ്ങനെ പലയിടത്തേക്കും പോകാനുണ്ടായിരുന്നു. അത് തന്നെ നേരമില്ല. പിന്നെ രാവിലെ എഴുന്നേൽക്കണം, കുറേ ഡ്രസ്സുകളുണ്ടായി. കല്യാണ അവസരമായിരുന്നു. കുറേ ഇഷ്ടം പോലെ ഡ്രസ്സുകൾ മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് പിന്നെ അത് ഉണക്കി എടുത്ത് വെച്ച് അപ്പോൾ തന്നെ ഇഷ്ടം പോലെ പണികളുണ്ട്. അങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ആൻസർ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എല്ലാ പ്രാവശ്യവും ആൻസർ ചെയ്യുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ആൻസർ ചെയ്തിട്ടില്ല. ഇനി എത്ര മാർക്ക് ഉണ്ടെന്നും പോലും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഈ ഒരു ഫംഗ്ഷൻ്റെ ഇടയിൽ കാരണം ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ 1-2 ദിവസമൊക്കെ പഠിച്ചെങ്കിലും പക്ഷേ നമ്മുടെ മൈൻഡ് ഇവിടെ ഇല്ലാത്ത പോലെയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഇന്ന് കുറച്ച് നേരം ഒന്ന് ബുക്കുമായിട്ടൊരു ടച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇന്നൊന്ന് ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും റിസപ്ഷനിന് കുറച്ച് കഴിഞ്ഞിട്ട് പോകണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഒരു 50 ക്വസ്റ്റ്യനെങ്കിലും ഒന്ന് ആൻസർ ചെയ്ത് വെക്കണം. അതിനുശേഷം ലോയും കൂടെ ഒന്ന് നോക്കണം എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഉറക്കക്ഷീണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ ചേട്ടൻ്റെ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏതായാലും അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല റോള് പോലെയാണ് ഇപ്പോൾ ഇത് വരുന്നത്. അപ്പം ഞാൻ ഏതായാലും ഒരു മിഠായി ഞാൻ എന്താ കഴിച്ചു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ റെഡിയായി. റിസപ്ഷന് അവിടെ നിന്ന് തന്നെ വണ്ടിയുണ്ട്, തൃശ്ശൂർക്കാണ്. അപ്പോൾ അത്യാവശ്യം ഒരു 1.5 മണിക്കൂറൊക്കെ ഉണ്ട് കേട്ടോ നമ്മളവിടെ നിന്ന്. പിന്നെ കുറച്ച് നേരം വൈകിട്ടാണ് ഇറങ്ങിയത്. ഞങ്ങൾ റെഡിയായി അവിടെ ചെന്ന് നിന്നതിന് ശേഷം ട്രാവലറിൽ നമ്മളെ ജംഗ്ഷനിലേക്ക് കൊണ്ടുവിടും. അവിടെ നിന്നാണ് ബസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ബസ്സിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ തൃശ്ശൂർക്ക്. ഇപ്പോൾ ഒരു പാടം പോലത്തെ ഒരു സ്ഥലമൊക്കെ എത്തിയിട്ടുണ്ട്. സ്ഥലത്തിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടോ. അപ്പോഴേക്കും നല്ല പൊരിഞ്ഞ മഴയായിരുന്നു. ഓഡിറ്റോറിയമൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സിമ്പിളായിട്ടുള്ളൊരു ഇതായിരുന്നു. അങ്ങനെ ഇത് തന്നെ വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും.